എന്താ മക്കളെ പ്രശ്നം? അമ്മ വാതിലൊക്കെ കൊട്ടി അടച്ചിനല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ മൊബൈല് തരൂല, ടി വി കാണാൻ സമ്മതിക്കൂല. അലമ്പോണ്ട് തന്നെ ആവൂലേ? ഞങ്ങളെ അവസ്ഥ കുട്ടികളാണെങ്കിൽ ഗുണ്ടൽപേട്ടയിലേക്കൊക്കെ ടൂർ കഴിക്കും. എന്താ നിങ്ങളെ വിഷയം എന്താ പറയും? ഞങ്ങളങ്ങോട്ട് അവര് കൊണ്ടുപോകൂല, ഞങ്ങളെ വിടൂല്ല. അതിനല്ല ഇവിടെ പ്രശ്ന പരിഹാരശാലായിട്ട് ഈ അസർപ്പുള്ളത്. നിങ്ങള് വരി നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. രമ്യ അടുത്തയാ, ഞാൻ പിള്ളേരായിട്ടൊന്നും പോകണ്ട. ബാ വരി വരി വരി. അമ്മ ഞങ്ങൾ പോരെ. കുടിക്കാം. നടക്കേ, ഞാൻ നടക്ക്, മഴയും പെയ്യുന്നു. चांद का टुकड़ा आसमां में सो गया, दिल के कोने में दर्द जाग उठा, मिट्टी की महक यादों में घुल गई, तन्हा सा सफर दिल को सुलगता है. അയ്യോ, അത് പൊട്ടിച്ച് നീ പറക്ക് ചെയ്തിട്ടോ. बारिश की बूंदें पलकों से छू गई, जख्म पुराने फिर से बात करते. അച്ഛാ ഇങ്ങോട്ട് വാ, വേഗം വാ. മക്കളെ പോവല്ലേ നമ്മള്? ഇഷ്ടായോ ഇവിടെ? ഞാനുണ്ട് നമ്മളെ ഗുണ്ടൽപേട്ട പൂന്തട്ടോ. സൂപ്പറായിന്. ഇനി വരണല്ലോ നമുക്ക്. അസർപ്പാക്കേ, ഇത് ഗുണ്ടൽപേട്ടല്ലാന്ന് ഞങ്ങക്ക് നല്ലോണം അറിയട്ടോ. ഇത് മലയങ്കുന്നത്ത് സ്കൂളിന്റെ പൂന്തോട്ടം, നമുക്ക് നല്ലോണം അറിയാം. എന്നാലും ഞങ്ങളെ കൂടെ കൊറേ നേരങ്ങൾ കളിച്ചില്ലേ, അത് മതി ഞങ്ങക്ക്. ഞങ്ങക്ക് കൊറേ സന്തോഷമായി അസർപ്പാക്ക. അതന്നെ എനിക്ക് അസർബിന് മക്കളില്ല. നിങ്ങളെ പോലത്തെ ചെറിയ കുട്ടികളെ സന്തോഷങ്ങളാണ് അസർബിന്റെ സന്തോഷം. പോവാ. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ മാറ്റുകൂടുന്നത്.